പി.വി. അൻവർ എം.എൽ.എക്ക് ആശ്വാസമായി കോടതിയുടെ ഇടപെടൽ. ജയിലിലാണ് ഇപ്പോൾ പി.വി. അൻവർ എം.എൽ.എ ഉള്ളത്. ഈ ദിവസം തന്നെ ജാമ്യം പൊതുമുതൽ നശിപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ രേഖപ്പെടുത്തിയ കേസിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ ഹാജരാക്കിയ ശേഷം റിമാൻഡിലേക്ക് പി.വി. അൻവർ പോയത്. തവനൂർ ജയിലിലാണ് പി.വി. അൻവർ എം.എൽ.എ ഇപ്പോഴുള്ളത്. കോടതിയുടെ ആശ്വാസം ലഭ്യമാകുമ്പോൾ കോടതി എന്തൊക്കെയായിരിക്കാം പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ പരിഗണിച്ചിരിക്കുക എന്ന് നമുക്ക് നോക്കാം. മുഹമ്മദ് ഷഹീദ് കോടതിക്ക് മുൻപിൽ നിന്നും ചേരുന്നുണ്ട്. ഷഹീദ്, കോടതി മറ്റെന്തെങ്കിലും ഉപാധികൾ വെച്ചിരിക്കുമോ? കാരണം PDPP ആക്ടാണ് ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ പൊതുമുതൽ നശിപ്പിക്കലുമായി ബന്ധപ്പെട്ട് തീർച്ചയായും അതിന്റെ നഷ്ടപരിഹാരമൊക്കെ സാധാരണ ഇത്തരം കേസുകൾ അടയ്ക്കേണ്ടതാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പരാമർശിച്ചിരിക്കില്ലേ? പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമാണോ? വിധിയുടെ പൂർണ്ണരൂപം ഏറെക്കുറെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഉപാധികളില്ലാതെയാണ് ജാമ്യമെന്ന്. അഭിഭാഷകൻ തന്നെയായിരുന്നു മറ്റൊരു അഭിഭാഷകന് പറഞ്ഞു. പക്ഷേ ഉപാധികളുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതായത് മാസത്തിൽ രണ്ട് തവണ, അതായത് ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ അൻവർ അന്വേഷണ സംഘ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഹാജരാകണമെന്ന് ഉത്തരവിൽ ഉപാധിയായി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ 50,000 രൂപയുടെ 2 ആൾജാമ്യം നിർദ്ദേശിച്ചു കോടതി ഉത്തരവിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് PDPP ആക്ട് പ്രകാരം നേരത്തെ നഷ്ടം കണക്കാക്കി, അതായത് DFO ഓഫീസിൽ നടത്തിയ അക്രമ സംഭവവുമായി ബന്ധപ്പെട്ട് 35,000 രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നായിരുന്നു ഈ പോലീസ് റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ആ 35,000 രൂപ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ ഈ 3 ഉപാധികൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. അതിന്റെ വിശദാംശത്തിൽ എന്തടിസ്ഥാനത്തിലാണ്, അതായത് ഈ ജാമ്യം നൽകരുതെന്ന പ്രോസിക്യൂഷന്റെ വാദത്തെ തള്ളാനുണ്ടായ സാഹചര്യം നമ്മൾ വിധിയുടെ വിശദാംശങ്ങളിൽ കൂടുതൽ പോകേണ്ടതുണ്ട്. അത് പോകുന്നവർക്ക് നമുക്ക് ആ ഘട്ടത്തിൽ വിവരങ്ങൾ നൽകാൻ കഴിയും. അതായത് എന്ത് ലോ പോയിന്റ് ചൂണ്ടിക്കാണിച്ചാണ് കോടതി ജാമ്യം നൽകിയെന്ന് സംബന്ധിച്ച വിവരങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അത് നമുക്ക് ലഭിക്കും. പക്ഷേ പ്രാഥമികമായും ഇപ്പോൾ അൻവറിന് വലിയ വിജയം, അദ്ദേഹത്തിന് നിയമപരമായ വിജയം, ഒപ്പം തന്നെ രാഷ്ട്രീയ വിജയം. കാരണം നമുക്കറിയാം ഈ കാര്യത്തിൽ ഇന്നലെ ഉണ്ടായ കേസ് വെറും നിയമപരമായ സാങ്കേതികത്വം മാത്രമല്ല, അതിന് പിന്നിൽ രാഷ്ട്രീയമായ ചില നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ഏറെക്കുറെ വിലയിരുത്തപ്പെട്ടതാണ്. ഏറെക്കുറെ ശരിയുമായിരുന്നു. കാരണം കുറച്ചു കാലങ്ങളായി സർക്കാരും CPM ഒക്കെ ബന്ധപ്പെട്ട അൻവറിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. ആ ഘട്ടത്തിൽ വലിയ വിജയമായി നമുക്ക് ഈ ഘട്ടത്തിൽ അതിനെ വിലയിരുത്താൻ കഴിയുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനം അൻവർ മുന്നോട്ട് വെച്ച ഈ രാഷ്ട്രീയ നീക്കത്തെ അദ്ദേഹത്തിനെ CPM നിന്നും അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നും പുറത്താക്കിക്കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സർക്കാരിനും CPM-നും ഒരു ഘട്ടത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. ഈ പ്രതിപക്ഷം പോലും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു മുന്നണികളും ഇല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യമായിരുന്നു. രാഷ്ട്രീയമായി അൻവർ ദുർബലമാകുന്ന ഒരു സാഹചര്യം നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരുന്നിരുന്നു. പക്ഷേ ഈ ഒരു അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന ഇപ്പോഴുണ്ടായിരിക്കുന്ന നിയമപരമായ കോടതിയിലുണ്ടായിരിക്കുന്ന വിജയവും അൻവറെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു രാഷ്ട്രീയ വിജയമാണ്. സർക്കാരിനും സംവിധാനങ്ങൾക്കും CPM-നും ഒക്കെ രാഷ്ട്രീയമായി ആ അർത്ഥത്തിൽ വലിയ തിരിച്ചടിയുമാണ് എന്നുള്ളത് തന്നെയാണ്. ഈ തിരിച്ചടി മറികടക്കാൻ ഇനി സർക്കാർ CPM-ഉം ഇനി എന്ത് നീക്കമായിരിക്കും നടത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ തുടർ കേസുകൾ ഇന്നത്തെ ഈ പോലീസ് റിപ്പോർട്ടിൽ തന്നെ ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങൾ മാത്രമായിരുന്നില്ല, അൻവറിനെതിരെയുള്ള നേരത്തെയുള്ള ചില FIR-കൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു, ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന വിവരം ഉപാധികൾ അതിലേക്ക് ഒരിക്കൽ കൂടി പോയി കഴിഞ്ഞാൽ, അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണം. നേരത്തെ പറഞ്ഞ DFO ഓഫീസുമായി ബന്ധപ്പെട്ട അതിക്രമ കേസിൽ ആ നഷ്ടപരിഹാരം അത് അടയ്ക്കണം, പൂർണ്ണമായിട്ടും അടയ്ക്കണം. മറ്റ് എന്തൊക്കെയാണ് കാര്യങ്ങൾ കോടതി ഉപാധിയായി വെച്ചിരിക്കുന്നത്? ഒപ്പം തന്നെ നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞല്ലോ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫ്രെയിം ചെയ്ത കേസാണ്. സാധാരണഗതിയിൽ ഒരു MLA-ക്ക് ലഭ്യമാകുന്ന ജനപ്രാതിനിധ്യ നിയമവുമായി ബന്ധപ്പെട്ടുള്ള ആനുകൂല്യങ്ങൾ ഇതൊക്കെ തന്നെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു MLA നിലയിൽ കൂടിയുള്ള കാര്യങ്ങൾ കൂടിയാണല്ലോ ഉയർത്തിക്കാട്ടിയത്. തീർച്ചയായും പ്രതിഭാഗം അൻവറിന്റെ അഭിഭാഷകർ ചൂണ്ടിക്കാണിച്ചിരുന്നു. അൻവർ ഈ സ്ഥലത്തെ നിലമ്പൂരിലെ MLA ആണ്, അദ്ദേഹം ജനപ്രതിനിധിയാണ്, അദ്ദേഹം വളരെ തുറന്ന് ജനങ്ങളുമായി ഇടപെടുന്ന ഒരാളാണ്. ഏത് സമയവും അന്വേഷണവുമായി സഹകരിക്കുന്നതിനോ ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നതിന് ഒരു തടസ്സവുമില്ല. ഒപ്പം തന്നെ ഈ 17-ന് നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് ഹാജരാകേണ്ടതുണ്ട്, പങ്കെടുക്കേണ്ടതുണ്ട്. അദ്ദേഹം ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഈ പ്രദേശത്തുള്ള മലയോര ജനതയുടെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കേണ്ടതുണ്ട്. ഇതിനെയെല്ലാം തടയാൻ വേണ്ടിയാണ് ഇത്തരമൊരു നീക്കം നടത്തുന്നത് എന്നായിരുന്നു ഈ പ്രതിഭാഗം അൻവറിന്റെ അഭിഭാഷകൻ വാദിച്ചിരുന്നത്. ഈ വാദം കോടതി അംഗീകരിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി പങ്കുവെക്കാൻ അരുൺ നമ്മളൊപ്പം ചേരുന്നുണ്ട്. ഈ പ്രത്യേകിച്ചും ഈ കോടതിയിൽ വിജയം, ഇപ്പോൾ അൻവറിന് കേസ് വിജയിച്ചു, പക്ഷേ അതിനെ തിരിച്ച് സർക്കാർ പോലീസ് സംവിധാനങ്ങൾ മറുനീക്കങ്ങൾ നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അൻവർ MLA-യുമായി ബന്ധപ്പെട്ട് MLA-ക്കൊപ്പം പ്രതിചേർക്കപ്പെട്ട ആളുകളിലേക്ക് കൂടി പോലീസിന്റെ നടപടികൾ പോകുന്നു. EA സുഗു എന്ന DMK നേതാവ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്ത കൂടി വരികയാണ്. അതിന്റെ അപ്ഡേറ്റിലേക്ക് കൂടി നമുക്ക് പോകാം. അരുൺ അമർനാഥുണ്ട്. അരുൺ, EA സുഗു ഈ കേസിൽ, ഈ സംഭവത്തിൽ, ഈ പ്രതിഷേധത്തിൽ എങ്ങനെ ഇടപെട്ടു എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്? പോലീസിന്റെ FIR-ന് ശേഷമാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയോ?
പ്രതീക്ഷ വീണ്ടും നാടകീയ നീക്കങ്ങൾ തുടരുന്നു എന്ന് വേണം നമുക്ക് നിഗമിക്കാൻ. അത്തരത്തിലുള്ള ഒരു ചടുലമായ നീക്കം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അത് ഈ DFOയുടെ ഓഫീസും ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് തന്നെയാണ് EA സുഗു, അതായത് മുൻ വഴിക്കടവ് മരുത പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന CPM നേതാവ് കൂടിയായിരുന്ന EA സുഗു അൻവറിന്റെ ഈ തുടക്ക DMK സമ്മേളനം കാലം കൂടുതൽ തന്നെ അൻവറിന്റെ വലങ്കൈയായി തന്നെ ഈ DMK മുന്നേറ്റത്തിനൊപ്പം EA സുഗു ഉണ്ട്. മുതിർന്ന നേതാവ് കൂടിയാണ്. EA സുഗുവിനെ ഇപ്പോൾ വഴിക്കടവ് ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നുമില്ല. എന്താണ് EA സുഗുവിനെതിരെ ചുമത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യം കസ്റ്റഡിയിലെടുത്തതിന്റെ അടിസ്ഥാനം ഉൾപ്പെടെ വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും അൻവറിന് ജാമ്യം ലഭിച്ചിരിക്കുമ്പോൾ തന്നെയാണ് നേരത്തെ ഷഹീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ കൂടുതൽ നാടകീയമായ നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മറു നീക്കം എന്നോണം ഇപ്പോൾ EA സുഗുവിനെ ഈ നിമിഷത്തിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പാണ്, ഏകദേശം അൻവറിന് ജാമ്യം കിട്ടുന്നതിന് തൊട്ട് മുൻപാണ് EA സുഗുവിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വിവരം. പതിപോലെ തന്നെ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയേക്കാം എന്നുള്ള ഒരു സൂചനയും നമുക്ക് എന്തായാലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതിനെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി വിലയിരുത്തേണ്ടത്. നേരത്തെ ഷഹീദ് സൂചിപ്പിച്ച കാര്യത്തിൽ തന്നെയാണ് ഇത്തരത്തിലൊരു മറു നീക്കമായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ടല്ലേ അരുൺ? അങ്ങനെ കാണേണ്ടി വരും. കാരണം കോടതിയിൽ ഇപ്പോൾ സർക്കാരിന് തിരിച്ചടിയേറ്റിരിക്കുന്നു, പോലീസിന് തിരിച്ചടിയേറ്റിരിക്കുന്നു. ഇനി അത് മറികടക്കാൻ എന്ത് നീക്കം നടത്തുന്നത് പ്രധാനപ്പെട്ടതാണ്. ഇനി നമുക്കറിയേണ്ടത് എന്തിനാണ് സുഗുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. ഒരുപക്ഷെ ഇന്നലെ നടന്ന ഈ ഫോറസ്റ്റ് അക്രമവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ കേസുകളിലേക്ക് പോലീസ് പോവുകയാണോ, കൂടുതൽ ആളുകളിലേക്ക്, പ്രത്യേകിച്ചും പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് ഇതിന് പിന്നിൽ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ആസൂത്രണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആർക്കെങ്കിലും പങ്ക് ഉണ്ടായിട്ടുണ്ടോ, അതിൽ സുഗുവിന് പങ്കുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാനൊക്കെ പോലീസ് ഒരുപക്ഷെ ആ രീതിയിൽ അങ്ങനെ ആ കുറ്റം ചാർത്തിക്കൊണ്ടായിരിക്കും ഒരുപക്ഷെ കസ്റ്റഡിയിൽ എടുത്തു. പക്ഷേ അവിടെ പോലും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കോടതി ഉൾപ്പെടെ ചോദിച്ച ചോദ്യമാണ്. ഈ കസ്റ്റഡിയിലുള്ളവർക്കെതിരെ FIR പോലും രജിസ്റ്റർ ചെയ്യാതെയാണ് അൻവറിനെ പ്രതി ചേർക്കാൻ ഉണ്ടായിരുന്നത്. ആ ഘട്ടത്തിൽ പോലും സുഗുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്തിയ ഒരു നീക്കത്തിന് കാരണം എന്തായിരിക്കും എന്നുള്ളത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പോരായി തന്നെ വിലയിരുത്തപ്പെടില്ലേ? തീർച്ചയായും ഇതിന് വലിയ രാഷ്ട്രീയമുണ്ടെന്നത് പകൽ പോലെ വ്യക്തമാണ്. അത് രാഷ്ട്രീയപരമായ നീക്കങ്ങൾ, നിയമപരമായ സാധുത എത്രത്തോളം നിലനിൽക്കുന്നു എന്നൊന്നും പരിഗണിക്കാതെയായിരിക്കും ഒരുപക്ഷെ പോലീസ് അത് മുന്നോട്ട് പോകുക. കാരണം രാഷ്ട്രീയ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം പോലീസ് ഒരുപക്ഷെ നടത്തിയേക്കും. പിന്നെ സാങ്കേതികമായി പോലീസിന് പറഞ്ഞു നിൽക്കാൻ കഴിയും. അത് കോടതിയിൽ എത്തുന്നത് വരെ മാത്രമായിരിക്കും എന്നുള്ള പ്രധാനപ്പെട്ട. കാരണം അൻവറിനെതിരെ കേസ് പോലും ഇത് ഇന്നലെ വരെയും അത് പരാജയപ്പെട്ടത് ഒരു സാങ്കേതികപരമായി പോലീസിന് പറഞ്ഞു നിൽക്കാനുള്ള ഒരു സമയം അത് ഇന്ന് വൈകുന്നേരത്തോടെ അൻവറിന്റെ ജാമ്യത്തോടെ അവസാനിച്ചു. തീർച്ചയായും കോടതിയിൽ എത്തുന്നത് വരെ വളരെ കൃത്യമായ ഒരു പോലീസ് നിയമ നടപടികളുടെ ഭാഗമായി പോയിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ കോടതിയിൽ എത്തിയപ്പോൾ കോടതി ഇപ്പോൾ അത് തള്ളിയിരിക്കുകയാണ്, ജാമ്യം നൽകിയിരിക്കുകയാണ്. സ്വാഭാവികമായും സുഗുവിനെതിരെയും ഇത്തരത്തിലുള്ള നിയമ നടപടിയായിരിക്കും ഒരുപക്ഷെ പോലീസ് ഉദ്ദേശിക്കുന്നുണ്ടാവുക. ഒരുപക്ഷെ മറ്റേതെങ്കിലും കേസുണ്ടോ എന്നുള്ള നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്, എന്തടിസ്ഥാനത്തിലാണ് കസ്റ്റഡി എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം. പക്ഷേ ഇന്നത്തെ പോലീസ് റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇന്ന് നടന്ന അക്രമ സംഭവം യാദൃശ്ചികമല്ല, അതിൽ ആസൂത്രണം നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആസൂത്രണത്തിന്റെ ഭാഗമായി സുഗുവുണ്ടോ എന്നുള്ളൊരു അന്വേഷണം ഞങ്ങൾക്ക് നടത്തേണ്ടതുണ്ട് എന്നുള്ളൊരു വാദമായിരിക്കും പോലീസ് മുന്നോട്ട് വെക്കുക. ഏതായാലും പോലീസ് ഈ വിഷയത്തിൽ വിടാതെ പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ നടന്ന ഈ ഫോറസ്റ്റ് അക്രമം ഒരു അവസരമായി എടുത്ത് പോലീസും സർക്കാർ സംവിധാനങ്ങളും വളരെ കൃത്യമായി ഇടപെടൽ നടത്തുന്നു. അതിൽ ഇപ്പോൾ കോടതിയിലുണ്ടായ തിരിച്ചടി ഞങ്ങൾ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് പോലീസ് നടത്തുന്നത്. ഏതായാലും ഇതൊരു പോരിലേക്ക് തന്നെ കാര്യങ്ങൾ നേർക്കുനേരുള്ള ഒരു പോരിലേക്ക് നീങ്ങുന്നു. അതിൽ നിയമവും അതിന്റെ സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ മറുവശത്ത് നിൽക്കുകയാണ്. രാഷ്ട്രീയം മുന്നിൽ നിൽക്കുന്നു, അത്തരത്തിലൊരു പോരിലേക്ക് പോകുന്നു. പക്ഷേ ഏറ്റവും കൗതുകമുള്ള കാര്യം, രാഷ്ട്രീയമായി തന്നെ അപ്രസക്തമായി കൊണ്ടിരുന്ന അല്ലെങ്കിൽ വേറെ തരത്തിൽ ദുർബലനായിക്കൊണ്ടിരുന്ന അൻവറിനെ കൂടുതൽ രാഷ്ട്രീയ വീര്യം നൽകുന്ന തരത്തിലേക്ക് സർക്കാർ ഈ പോലീസ് ഇടപെടൽ അതിന്റെ ഫലമുണ്ടാകും. അറസ്റ്റിന് ശേഷവും PV അൻവറിന്റെ ജാമ്യത്തിന് ശേഷവും ഒക്കെ തന്നെ നാടകീയ രംഗങ്ങൾ വീണ്ടും നിലമ്പൂരിൽ കാണാൻ കഴിയുന്നുണ്ട്. PV അൻവർ MLAക്ക് കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കുന്നു. അതിനോട് അനുബന്ധിച്ച് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് PV അൻവറിന്റെ അനുയായിയായ സുഗു ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. സുഗുവിനെയും അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാണ്.